ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മിക്കവരും എൻ്റെ ടെസ്റ്റിമണി കേട്ട് കാണും. എൻ്റെ ടെസ്റ്റിമണി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. മറ്റുള്ളവരോട് എൻ്റെ ടെസ്റ്റിമണി പറയാൻ ഭയങ്കരമായിട്ട് ഒരു വൈമുഖ്യം കാണിച്ചിരുന്ന ഒരാളാണ്. എനിക്കിഷ്ടമല്ലായിരുന്നു എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതോ ഞാൻ അനുഭവിച്ച വേദനകളോ ഒന്നും. എന്നെ കർത്താവ് ഒരുപാട് വഴികളിലൂടെ നടത്തിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് മാത്രമല്ല, എനിക്ക് ആദ്യം ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു. എനിക്ക് ചെന്ന് നിന്ന് മൈക്ക് എടുക്കുമ്പോഴേ ഫുൾ വിറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് മൊത്തം പറഞ്ഞു തീർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു ആ സമയങ്ങളിൽ. ഇപ്പം ഞാൻ കർത്താവ് ഒരു അവസരം ഇങ്ങനെ ഒരുക്കി തന്നു. എന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അപ്പം കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമേ ഞാൻ അറിയിക്കട്ടെ. മത്തായി സുവിശേഷം 21 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ, ആ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ കിട്ടും, അതെനിക്ക് ലഭിച്ചു എന്നൊരു വിശ്വാസം വേണം. പണ്ടൊരു സ്റ്റോറി കേട്ടിട്ട് ഒരു അമ്മച്ചിയുടെ വിശ്വാസം അതുപോലെയല്ല, മല നീങ്ങിപ്പോകും എന്ന് അമ്മച്ചി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അമ്മച്ചി നീങ്ങിപ്പോകാത്തപ്പം പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു ആ മല അവിടെ തന്നെ ഇരിക്കുമെന്ന്. അങ്ങനത്തെ വിശ്വാസമല്ല, ഉറച്ചൊരു വിശ്വാസം. നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകും, എൻ്റെ കർത്താവിന് അത് കഴിയും എന്നൊരു വിശ്വാസം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ആ ഒരു പ്രാർത്ഥന മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. എനിക്കത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നേക്കാൾ ഉപരിയായി ഞാനിപ്പോൾ പാടുന്നതാണെങ്കിലും ഞാനിപ്പോൾ നിങ്ങളോട് ഈ ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ദൈവവും എൻ്റെ മാതാവുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ മാതാവ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമാണ്. ഞാൻ പാട്ട് പാടുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു എൻ്റെ മാതാവ്. മറ്റാരും കേൾക്കാനില്ലാത്തപ്പോഴും ഞാൻ അമ്മയുടെ അടുക്ക പോയിരുന്ന് ചുമ്മാതെ പാടുമായിരുന്നു. അമ്മയ്ക്ക് അവസാനം സൈ കെട്ടിട്ട് അമ്മ പറയായിരുന്നു, കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാവോ, വായൊന്ന് അടച്ചു വെക്കാവോ. കാര്യം ഫുൾ ടൈം ഞാൻ പാട്ട് കേൾക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ ടേപ്പ് റെക്കോർഡർ ആയിരുന്നല്ലോ, അപ്പം ഈ ടേപ്പ് റെക്കോർഡർ ഞാൻ എൻ്റെ ചെവിയുടെ അടുക്കലോട്ട് കൊണ്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് പാടുമായിരുന്നു. അങ്ങനെ പാട്ടുപാടി പഠിച്ചിട്ട് ഇത് മൊത്തം പാടി കേൾപ്പിക്കുന്ന അമ്മയാണ്. നമുക്ക് വേറെ അവസരങ്ങളൊന്നുമില്ല, സ്റ്റേജൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് അമ്മയുടെ മുമ്പിലായിരുന്നു. അമ്മയായിരുന്നു എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാട്ട് പാടുക എന്നുള്ളത്. അതിലുപരിയായി എൻ്റെ ഒരു ചെറിയ ടെസ്റ്റിമണി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ ടെസ്റ്റിമണി എന്ന് ഞാൻ പറയും, പക്ഷെ അതൊരു വലിയ ടെസ്റ്റിമണിയാണ് എനിക്ക്. നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ കാണും. എന്നെക്കാളും ഒത്തിരി അനുഭവങ്ങളുള്ളവരും ഒരുപാട് ശോധനയിൽ കൂടിയും ഒക്കെ ദൈവത്തെ അറിഞ്ഞവരും ഒക്കെയാണെന്ന് എനിക്കറിയാം. ഞാൻ ജനിച്ചതേ ഒരു പെന്തിക്കോസ് കുടുംബത്തിലാണ്. ഒരു ഉപദേശിയുടെ, ഒരു പാസ്റ്ററുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പപ്പായും മമ്മിയും സുവിശേഷ വേലയിലായിരുന്നു. അവർ സുവിശേഷ വേലയിൽ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല അവരുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യത്തെ പപ്പായുടെ വരുമാനം എന്ന് പറയുന്നത് 2 രൂപയാണ് മമ്മിയെ കല്യാണം കഴിക്കുന്ന സമയത്ത്. അപ്പം അമ്മ ഈ റോഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് റിസൈൻ ചെയ്യിപ്പിച്ചതാണ് പപ്പ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി മമ്മിയും കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ച് പൂർണ്ണ സമയ സുവിശേഷ വേലയാണ് എൻ്റെ അവസാനം വരെയുള്ള ദൗത്യമെന്ന് മമ്മിയെ പറഞ്ഞു. അപ്പം വിവാഹം കഴിക്കണമെങ്കിൽ ജോലി റിസൈൻ ചെയ്യണം. അപ്പം മമ്മി ജോലി റിസൈൻ ചെയ്തിട്ടാണ് പപ്പായെ ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പം കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് 2. അപ്പം മമ്മി ഭയങ്കര വിഷമമായിരുന്നു. മമ്മിക്ക് ഈ 2 രൂപയും കൊണ്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഒത്തിരി വിഷമമായിരുന്നു. പക്ഷേ കർത്താവ് ഇത്രത്തോളം വഴി നടത്തി. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ കരമായിരുന്നു ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. എൻ്റെ കുഞ്ഞുനാളി മുതലേ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞൊരു അനുഭവമായിരുന്നു. എൻ്റെ പപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് അവർ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ചെല്ലുന്നത് ഒരു മിറ്റിൽ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ആ തറയെന്ന് പറയുന്നത്, ആ തറയിൽ കൂടെ ഒരു 10 മാസം മാത്രം പ്രായമുള്ള 1 വയസ്സടുക്കുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് മുട്ടയിലെഴിയുന്ന സമയമാണ് ഞാൻ. അപ്പം മുട്ടയിലെഴുന്ന സമയത്ത് മുട്ടിലെ തോലി ഫുള്ള് മൊത്തം പോയിട്ട് മമ്മിക്ക് വിഷമം വന്നു. എന്നിട്ട് ചോദിച്ചു, ജനിപ്പിച്ച അപ്പന് വേദനയില്ലേ ഈ കുഞ്ഞിങ്ങനെ നടക്കുന്നത് കണ്ടിട്ട്? അതുപോലെ വേദനകൾ അനുഭവിച്ച്, കഷ്ടത അനുഭവിച്ച്, ശരിക്കും പറഞ്ഞാൽ പട്ടിണി എന്തെന്ന് നന്നായിട്ട് എനിക്കറിയാം.
അപ്പം ഇപ്പോഴും പാടുന്നതിനൊക്കെ മറ്റുള്ളവർ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കും. എനിക്കതിനകത്ത് ഒരു വിഷമവും ഇല്ല. കാരണം എല്ലാവർക്കും എല്ലാം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. കുറ്റപ്പെടുത്താനും നല്ലത് പറയാനും ഉള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് വിഷമമൊന്നുമില്ല. കർത്താവെല്ലാം അറിയുന്നല്ലോ. നമ്മളെ അറിയുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ളത്തെ അറിയുന്നത് കർത്താവിന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ വെച്ചാൽ കർത്താവ് നമ്മളെ പിന്നീട് അനുഗ്രഹിക്കും. മറ്റുള്ളവർ എന്തും പറയട്ടെ, മറ്റുള്ളവർ നമ്മളെ എന്തും പറഞ്ഞോട്ടെ, അതിലൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ കർത്താവ് നമ്മളെ ഉയർത്തും. എന്നാണെങ്കിലും ഒരു സമയത്ത് കർത്താവ് നമ്മളെ മാനിക്കും. നമ്മളെല്ലാവരെയും പോലെ ഒരു കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ് ഒരു കുട്ടിക്കാലം എനിക്കുമുണ്ടായിരുന്നു. ഒത്തിരി വേദനകൾ നിറഞ്ഞ കുട്ടിക്കാലം എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത, ഞാൻ എൻ്റെ ടെസ്റ്റിമണിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഒത്തിരി വേദന നിറഞ്ഞ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതിനേക്കാൾ ഉപരി ആ വേദനയുള്ള സമയത്തും എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ: പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്ത, നടക്കാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല. ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, എൻ്റെ പപ്പ എപ്പോഴും പറയുമായിരുന്നു, ഈ ഭൂമിയെ സൃഷ്ടിച്ചത് കർത്താവാണ്, നിന്നെ സൃഷ്ടിച്ചത് കർത്താവാണ്. അപ്പം നിനക്ക് വേണ്ടി കരുതാൻ, നിനക്കിവിടെ എല്ലാം തരുവാൻ ശക്തനായവൻ നിൻ്റെ കൂടെയുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് നീ ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കാവൂ. ഈ ഭൂമിയിൽ നിനക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിൻ്റെ മനസ്സ് അതിലേക്കായി പോകും. പക്ഷേ അതിനേക്കാളപ്പുറം നീ എന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്: നിൻ്റെ നിത്യത ഒരിക്കലും നഷ്ടമാക്കല്ല. എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് നിത്യത. ആ നിത്യതയെ നഷ്ടമാക്കല്ല. അതെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കൊച്ചിലെയും ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്: കർത്താവേ, ഒരിക്കൽ പോലും എൻ്റെ നിത്യത നഷ്ടമായി പോവല്ല, ഞാൻ കൈവിടപ്പെട്ടു പോവല്ല. എനിക്കത് മാത്രമേ ഉള്ള ആഗ്രഹം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണം. എൻ്റെ മാതാവ് മുന്നേ പോയി ആ പാത എൻ്റെ അമ്മയെ അവിടെ ചെന്ന് കാണാം. അതെൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ കർത്താവിനെ കാണുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നോട് ഒത്തിരിയും ഭയങ്കര ഇൻറ്റിമസി ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. സോറി, പ്രൈസ് ലോർഡ്. അപ്പം ഞാനും എൻ്റെ അമ്മയും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരി നമ്മൾ മറ്റുള്ളതിനെ സ്നേഹിച്ചാൽ ദൈവം അതിനെ നേരത്തെ എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് നഷ്ടമാക്കുമെന്നുള്ളത് സത്യമായിട്ടൊരു കാര്യമാണ്. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെയും ഈ ലോകത്ത് സ്നേഹിക്കാൻ പാടില്ല എന്ന് കർത്താവിനെ ശരിക്കും പഠിപ്പിച്ചു തന്നു. അതുമാത്രമല്ല, ഈ ലോകത്ത് നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മറ്റുള്ളവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഏക വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏത് വേദനകളും, ഏത് സങ്കടങ്ങളും, ഏത് നിരാശകളും എന്തുമായിക്കൊള്ളട്ടെ, എന്തും മാറ്റുവാനും നമ്മളോടൊപ്പം ഇരിക്കുവാനും നമ്മളെ സഹായിക്കുവാനും കഴിയുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് കർത്താവ് ലൈഫിൽ പഠിപ്പിച്ചു തന്നു. അപ്പോൾ എൻ്റെ കൊച്ചുനാളിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പഠിക്കാൻ വലിയ മിടുക്കോ വലിയ സാമർഥ്യമോ ഉള്ളൊരു ആളായിരുന്നില്ല ഞാൻ. സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. വലിയതായിട്ട് പഠിക്കാൻ വലിയ മിടുക്കിയൊന്നും അല്ലായിരുന്നു. പക്ഷേ പഠിക്കുവാൻ കർത്താവ് എനിക്ക് ബലം തന്നു. അത് ഞാനൊരു അനുഭവം പറയാം. എനിക്ക് ക്ലാസ്സിൽ മാത്സിന് തീരെ മാർക്ക് കുറവായിരുന്നു. അപ്പം ഒരു ദിവസം ഈ കണക്കിൻ്റെ പേപ്പർ തന്നു, മാത്സ് ടീച്ചർ പേപ്പർ തന്നു. ഞാനതുകൊണ്ട് വീട്ടിൽ കാണിച്ചിട്ട് എനിക്ക് സൈൻ ഇടിപ്പിക്കാൻ ഭയങ്കര പേടിയാണ് പപ്പായും കൊണ്ട്. കാര്യം അടി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഇത് ഞാൻ പേപ്പർ എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരും ചെയ്യുന്ന പോലെ ചുരുട്ടി ഞാൻ ആദ്യം എൻ്റെ ബുക്കിൽ ഒളിപ്പിച്ചു. ആ ബുക്കിൽ നിന്ന് അമ്മ കണ്ടെടുക്കുമെന്ന് കണ്ടപ്പോൾ ഞാനത് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു. കട്ടിലിനടിയിൽ ഒന്ന് പിടിക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനത് നേരെ മാറ്റി കൊണ്ട് സ്കൂളിലെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ട് ഞാൻ ഇതങ്ങ് കളഞ്ഞു. മൊത്തത്തിലേ കളഞ്ഞു. ഡയറിയും കളഞ്ഞു, ഈ പേപ്പറും കളഞ്ഞു, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പം വീട്ടിലെപ്പോഴും ചോദിക്കുന്നുണ്ട്, ഡയറി എന്തിയെ, പേപ്പർ എന്തിയെ ചോദിക്കുമ്പോൾ ഞാൻ കിട്ടിയില്ല. കാര്യം പേടിയാണ്, അടി കിട്ടും എന്നുള്ള പേടി കൊണ്ടാണ് ഈ കാര്യം ചെയ്തത്. ഭയങ്കര പേടി, കാണിച്ചേ ഇല്ല. അവസാനം സ്കൂളിൽ വിളിപ്പിച്ചപ്പോൾ നമുക്കറിയത്തില്ലല്ലോ വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന്. അപ്പം വിളിപ്പിച്ചു, പറഞ്ഞു പേപ്പർ കൊടുത്തിട്ട് 2 ആഴ്ചയ്ക്ക് മേളിലായി. ഡയറി കൊടുത്തു വിട്ടു, ഒന്നും കാണുന്നില്ല. ലാസ്റ്റ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരക്ഷരം മിണ്ടാൻ പപ്പായും മമ്മിയും ഇരിക്കുന്നു, അവരാരും ഒന്നും മിണ്ടിയില്ല. ആ സിസ്റ്റർ പറഞ്ഞു, മോളെ ഒന്നും ചെയ്യല്ല,
ചെന്നിട്ട് സാവധാനം ചോദിച്ചാൽ മതി അവൾ എവിടെയാണെന്ന് പറയുമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മമ്മി ഇച്ചിരി നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. മമ്മി മാത്രമേ ഇച്ചിരി ദേഷ്യപ്പെടും. അപ്പോൾ എനിക്കൊരു പേടി, ഞാൻ പപ്പായുടെ പുറകിൽ ഇങ്ങനെ അഭയം പ്രാപിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു അടിക്കല്ലേ, എന്താ കുഞ്ഞിൻ്റെ കാരണം എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കണക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പഠിപ്പിക്കുന്നതെന്ന്, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു ഇനിയും ഈ ചെയ്തത് മേലാൽ ആവർത്തിക്കരുത്, നിനക്ക് കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒരു പേപ്പർ എടുത്തുകൊണ്ട് പോവാ, അതിൽ എഴുതാൻ പറഞ്ഞു. പപ്പ എനിക്ക് വലിയ അറിവില്ല, എഴുതാൻ ആ സമയത്ത് നമുക്ക് അത്ര അറിയത്തില്ല, 1ാം ക്ലാസ് കഴിഞ്ഞാലേ ഉള്ളൂ, അപ്പം നമുക്കറിയത്തില്ല. അപ്പം പപ്പ തന്നെ ഈ പേപ്പറിൽ എഴുതി തന്നു, മാത്സ് പഠിക്കാൻ ബുദ്ധി കിട്ടണമേ എന്നെഴുതുന്നു പറഞ്ഞു. ഇത് കൈ വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഭയങ്കര വിശ്വാസമാണ്, എന്ന് വെച്ചാൽ മാത്സ് പഠിക്കാൻ ബുദ്ധി കിട്ടും, പേപ്പറിൽ എഴുതി വെച്ചേക്കുമല്ലേ ബുദ്ധി കിട്ടണമെന്ന്, അപ്പം ബുദ്ധി കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതിനേക്കാൾ ഉപരി എൻ്റെ പിതാവും മാതാവും ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, എന്നെ വചനം കാണാതെ പഠിപ്പിക്കുമായിരുന്നു, ഓരോ വാക്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. ഓരോ സമയത്ത് ബൈബിൾ ക്വിസ് അവർ വീട്ടിൽ തന്നെ പപ്പ തന്നെ ചെയ്യുമായിരുന്നു. കൊച്ചിലെ തൊട്ടേ ചെയ്യുന്ന കാര്യങ്ങളാണ്. വാക്യങ്ങൾ പഠിപ്പിക്കും, ബൈബിൾ ക്വിസ് വീട്ടിൽ വെച്ച് നടത്തും, സൺഡേ സ്കൂൾ പഠിപ്പിക്കും വീട്ടിൽ തന്നെ. നമ്മൾ ഞായറാഴ്ച പഠിച്ചാലും നമ്മളെ വീട്ടിൽ പപ്പായും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടി ഒരു സൺഡേ സ്കൂളും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഓർക്കാണ്. ഞാനിന്ന് നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു ബലമെന്ന് പറയുന്നത് ഈ അനുഭവങ്ങളാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ തന്ന ഒരു മാതൃക, ഒരു നല്ല മാതൃക എൻ്റെ പിന്നിലുണ്ട്. അതാണ് എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് മാത്സിന് നല്ല ബുദ്ധി കിട്ടി പഠിക്കാൻ, നന്നായിട്ട് എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റി. +2 വരെയും തോക്കാതെ നന്നായിട്ട് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ കർത്താവിനോട് ചോദിച്ചാൽ മതി, ഉറപ്പാണ് കർത്താവ് തരും. ആ വാക്യം അച്ചട്ടാണ്. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ, നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ, നമ്മൾ പൊട്ടിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞോട്ടെ, നിങ്ങളത് കർത്താവിൻ്റെ സന്നിധിയിലോട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി. കർത്താവ് നിങ്ങളെ മാനിക്കും, കർത്താവ് നിങ്ങളെ ഉയർത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാനൊരു ഉദാഹരണമാണ്. കർത്താവ് എനിക്ക് തന്ന ബുദ്ധിയാണ് കണക്ക് പഠിക്കുവാൻ. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥനയിൽ ഓരോ കാര്യങ്ങളും പല സമയങ്ങളിലും സ്കൂളിൽ തുറക്കുന്ന സമയത്ത് സ്കൂൾ ബാഗ് വാങ്ങിക്കുവാനോ യൂണിഫോം വാങ്ങിച്ച് തരുവാനോ സോക്സോ ഷൂവോ വാങ്ങിച്ച് തരുവാൻ ഞങ്ങളുടെ പപ്പയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം പപ്പ പറയുന്നൊരു കാര്യമുണ്ട്, ആ ബാഗ് എടുത്തിട്ട് കാണിക്കും. അപ്പോൾ അതിനകത്തൊന്നും കാണത്തില്ല, ചിലപ്പം ചില്ലറകൾ മാത്രമേ കാണത്തുള്ളൂ. ജൂണിൽ സ്കൂൾ തുറക്കും, മെയിലാകുമ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ യൂണിഫോം വാങ്ങിച്ചു തരാമോ, ഷൂ വാങ്ങിച്ചു തരാമോ, ബാഗ് വാങ്ങിച്ചു തരാമോ. എല്ലാവർക്കും ഓരോ വർഷവും മാതാപിതാക്കൾ ബാഗ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒരു ബാഗ് കൊണ്ട് 3-4 വർഷം സ്കൂളിൽ പോയിട്ടുണ്ട്. ഒരേ ബാഗ് കൊണ്ട് തന്നെ പോയിട്ടുണ്ട്. സങ്കടങ്ങൾ തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ആ കഷ്ടതയൊക്കെ നല്ലതായിരുന്നു. ഇപ്പോഴും നന്നായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നത് ആ കഷ്ടതയൊക്കെ അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഒത്തിരി ഉള്ളവരായിട്ട് ജീവിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ വേദനകൾ കാണുവാനോ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാനോ അല്ലെ മറ്റുള്ളവരെ സഹായിക്കുവാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അത്രയും പറ്റുമെന്ന്. നമ്മൾ കഷ്ടത അനുഭവിച്ചുകൊണ്ട് നമുക്കറിയാം ആ കഷ്ടതയുടെ ഗുണം എന്താണെന്ന്. ആ സമയത്ത് പപ്പ ഇങ്ങനെ ബാഗ് പൊക്കി കാണിക്കും, എന്നിട്ട് മേളോട്ട് പറയും, ഈ ബാഗിൽ നിറച്ചതിനായി സ്തോത്രമെന്ന് മേളോട്ട് ഉയർത്തി കാണിക്കുന്നത് മാത്രം കാണാം. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, സ്കൂൾ ബാഗില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പോലും അറിയാത്ത വ്യക്തികളാണ് ജൂണിൽ തുറക്കുന്നതിൻ്റെ 1-2 ആഴ്ച മുന്നേ കൊണ്ട് എന്ത് ചെയ്യും, ബാഗ് കൊണ്ടുതരും. നമ്മുടെ കറക്റ്റ് അളവിനുള്ള ഷൂ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പേപ്പറിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് വെട്ടും. ഷൂവിൻ്റെ പണ്ടത്തെ പാരഗണിൻ്റെയൊക്കെ ഷൂ ഒക്കെ വെട്ടി ബൈബിളിനകത്ത് വെച്ചിട്ട് സ്തോത്രം ചെയ്താണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മത്തായി 21 ഇവിടോട്ട് വെക്കും. അപ്പോൾ ഒരു വിശ്വാസമാണ് കിട്ടുമെന്നുള്ളതേ. അപ്പം അങ്ങനെ വെച്ചിട്ട് കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സെയിം ഷൂ തന്നെ കിട്ടിയിട്ടുണ്ട്. യൂണിഫോം എല്ലാം കർത്താവ് എൻ്റെ കൊച്ചുനാളിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല, കർത്താവ് തന്നത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു വിഷമങ്ങളുണ്ടെങ്കിലും നല്ലൊരു കുട്ടിക്കാലം ജീവിതത്തിൽ വന്നു. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എൻ്റെ മാതാവ് സുഖമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു, വയ്യ അമ്മയ്ക്ക്. ആ സമയത്ത് അതിൻ്റെ മുന്നേ തന്നെ മമ്മി പാചകങ്ങൾ ഏറെക്കുറെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു. അതും എനിക്കിപ്പോൾ ഗുണം ചെയ്തു. ഞാൻ എപ്പോഴും ഓർക്കും, ഒന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഭയങ്കര പാടായിരുന്നു എനിക്ക് കുക്ക് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു നല്ല ഒരു കാര്യം കൂടെ അമ്മ ചെയ്തു തന്നു. കൊച്ചിലെ തന്നെ അമ്മ ട്രെയിനിങ് ചെയ്യുമായിരുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, മുട്ട പൊരിക്കാനാണേലും ചായ ഇടാനാണേലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ അമ്മ പഠിപ്പിച്ചിരുന്നു. അത് ജീവിതത്തിൽ ഗുണം ചെയ്തു. അത് മാത്രമല്ല, ഒരു 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഏറെക്കുറെ തന്നെ ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം മാതാവ് വയ്യ, എൻ്റെ അമ്മയ്ക്ക് വയ്യ. അപ്പോൾ സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ നല്ല ടിഫിൻ കൊണ്ടുവരുമ്പം
ഇതുപോലെ എനിക്ക് വെച്ച് തരാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാനിതിനെ സങ്കടപ്പെടുന്നത്, ഞാൻ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം ഒരു 9 മാസം 7 ദിവസം ആ അമ്മയുടെ ഉദരത്തിൽ എന്നെ ചുമന്നതാണ് അമ്മ. ഒത്തിരി വേദന അനുഭവിച്ച്, ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ച്, ഒത്തിരി അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നെ വയറ്റിലുള്ള സമയത്ത് അമ്മ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി സമയത്ത് അമ്മ പട്ടിണി കിടന്നിട്ടുണ്ട്. കാര്യം പപ്പായ്ക്ക് അത്രയ്ക്ക് വരുമാനമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആ സമയത്ത് ഒരുപാട് പട്ടിണി അമ്മ കിടന്നിട്ടുണ്ട്. ഒത്തിരി ആഹാരങ്ങളൊന്നും അമ്മയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. പോഷകങ്ങളുള്ള ഒരു ആഹാരങ്ങൾ പോലും അമ്മ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഒന്നും കഴിക്കാതിരുന്നിട്ടും 4.5 കിലോ ഉള്ളൊരു കുഞ്ഞായിരുന്നു ഞാൻ. അപ്പം അമ്മ പറയുന്നത് ദൈവത്തിനെ പറ്റും എല്ലാം. ഒന്നും കഴിച്ചില്ലെങ്കിലും ഒന്നുമില്ലാതെ ഡോക്ടർക്ക് പോലും അത്ഭുതമായിരുന്നു എനിക്ക് 4.5 കിലോ എന്ന് പറഞ്ഞാൽ. കാര്യം ഒന്നും കഴിക്കാത്ത ഒരാൾക്ക് എങ്ങനെ 4.5 കിലോ ഉള്ള കുഞ്ഞ്? കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ നല്ലൊരു കുഞ്ഞായിട്ട് ജനിച്ചു. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. 9 മാസം 7 ദിവസം ആ അമ്മ എന്നെ ചുമ്മിയതാണ്. ആ അമ്മയെ ചുമ്മി അമ്മ എന്നെ നോക്കി. എനിക്കറിവില്ലാതിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുനാളിൽ എത്ര പറഞ്ഞാലും 1, 2, 3 വയസ്സ് വരെയൊക്കെ ഏകദേശം നമുക്കൊരറിവ് കിട്ടുന്ന സമയം ആ 3 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയം വരെയും എന്നെ പൊന്നുപോലെ നോക്കി ഇത്രയും വളർത്തിയൊരമ്മയെ എനിക്ക് കിട്ടിയൊരു സമയമായിരിക്കും നോക്കാനെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. എൻ്റെ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ സമയമൊക്കെ എൻ്റെ അമ്മയെ നോക്കാൻ കിട്ടിയ ഒരു നല്ല അവസരം. ഞാൻ ഒരിക്കൽ പോലും അതൊരു നിന്ദയായിട്ടോ വേദനയായിട്ടോ കണ്ടിട്ടില്ല. കാര്യം എൻ്റെ ജീവനായിരുന്നു എൻ്റെ അമ്മയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് അമ്മയെ പിരിയുന്നതോ അമ്മ മരിച്ചു പോകുന്നതോ അമ്മ എന്നെ വിട്ടു പോകുന്നതോ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. ഞാൻ എപ്പോഴും അമ്മയോട് പറയായിരുന്നു, അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ പുറകെ തന്നെ ഞാൻ കാണും. അമ്മ എന്നോട് പറയും, പിന്നെ എന്തിനാ ഇത്രയും നാൾ പ്രാർത്ഥിച്ചേ, ഇത്രത്തോളം നീ എന്തിനാ വന്നെത്തിയേ എന്ന് അമ്മേനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും പറയരുത്. അമ്മ നേരത്തെ പോയെങ്കിൽ അമ്മ കാണിച്ച ഒരു മാതൃകയുണ്ട്, അമ്മ പഠിപ്പിച്ചൊരു രീതിയുണ്ട്, അതനുസരിച്ച് വേണം എൻ്റെ കുഞ്ഞ് ജീവിക്കാൻ എന്ന് അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞു. +1 +2 ഞാൻ പഠിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ മാതാവ് തീരെ വയ്യാത്തൊരവസ്ഥകളും ഒക്കെയാണ്. ഒത്തിരി വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ചുരുക്കി പറയാം, ഞാനിപ്പം സമയം നമ്മുടെ മുൻപിൽ അധികം ഇല്ലല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി സമയത്തും പല സമയങ്ങളിലും അമ്മ തീരെ വയ്യാണ്ട് കിടപ്പിലാണ്. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സമയങ്ങളിൽ എനിക്ക് പഠിക്കാത്ത ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ട്. പഠിക്കാൻ പറ്റത്തില്ല. കാര്യം അമ്മയുടെ വേദനകളും, അമ്മയുടെ വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിരൽ മൊത്തം, ഈ എല്ലുകൾക്കിടയിൽ മൊത്തം അമ്മയ്ക്ക് വേദനയാണ്. അപ്പം നമ്മൾ എത്ര പിടിച്ച് ഞെക്കി എന്ന് പറഞ്ഞാലും 3-4 പേര് കൂടി പിടിച്ചെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആ വേദന പോകത്തില്ല. തിളച്ച വെള്ളത്തിൽ ആ കൈ മുക്കി വെച്ചെങ്കിൽ മാത്രമേ അമ്മയുടെ വേദന കുറയത്തുള്ളായിരുന്നു. അപ്പം അമ്മയുടെ കൈയൊക്കെ നല്ല വെള്ളയായിരുന്നു അമ്മ. അപ്പം നമ്മുടെ കൈയൊക്കെ ലാസ്റ്റ് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് കറുത്തു പോയിട്ടുണ്ട് ലാസ്റ്റ് ഈ കൈയൊക്കെ. കാര്യം വെച്ചാൽ അത്രയ്ക്ക് വേദനയായിരുന്നു അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഒന്നുമില്ലായിരുന്നു. കിഡ്നി ഫെയിലായിരുന്നു അമ്മ. അമ്മയ്ക്ക് ട്യൂമർ ഉണ്ടായിരുന്നു. അമ്മയുടെ 2 കിഡ്നി ഫെയിലാണ്. തലയിൽ ട്യൂമറുണ്ട്, ഒരു സൈഡ് പാരലൈസായി. ഇതൊക്കെ എൻ്റെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ്. അപ്പം വേദനകൾ ഒത്തിരി തോന്നിയിട്ടുണ്ട്, ഒത്തിരി വിഷമങ്ങൾ തോന്നിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നേ, ഞാൻ കൊച്ചുനാൾ മുതലേ ഇങ്ങനെ കണ്ണുനീരിലാണല്ലോ ജീവിക്കുന്നത്. എനിക്കൊരു നല്ല കാലമില്ലേ, മറ്റുള്ളവരെ പോലെ ഒരു സന്തോഷിക്കാൻ ഒരു നല്ല ജീവിതം എനിക്കില്ലേ എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല ജീവിതം. ഇതൊന്നുമല്ല നമ്മളെങ്ങും കൊണ്ടെത്തിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യേശു തന്നൊരു മാതൃകയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നത് യേശു മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര വേദനകളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കങ്ങ് എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ MSc ജോയിൻ ചെയ്തു. MSc ജോയിൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ആ സമയത്ത് ചെറുതായിട്ട് പാടാൻ പോവും. ആ കിട്ടുന്ന വരുമാനം കൊണ്ട് അമ്മയുടെ ചികിത്സകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ എന്നെ ഒത്തിരി നെഗറ്റീവ് പറയുന്നവർ, ഒരുപാട് വേദനിപ്പിച്ചവരും ഒക്കെ ഉണ്ട്. ഇതെന്തോ പാട്ടാ, ഇതെന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, എനിക്ക് തന്നൊരു സ്വരം അത് വേറെ ആരും എനിക്ക് ഈ ഭൂമിയിൽ തന്നതല്ല. എനിക്ക് എൻ്റെ ദൈവം തന്നതാണ് ഈ സ്വരം. ഈ സ്വരം എനിക്ക് ദൈവം തന്നതാണ്. ഇത് മറ്റുള്ളതിന് വേണ്ടിയിട്ടോ വേണ്ടാത്തതിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാനുള്ളതല്ല എൻ്റെ ഈ സ്വരം എന്നുള്ളത് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നു. ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല. എൻ്റെ കർത്താവിനെ പാടുവാനും എൻ്റെ കർത്താവിൻ്റെ നാമത്തെ വർണ്ണിക്കാനുള്ളതാണ് എൻ്റെ നാക്കും എൻ്റെ ഈ ശബ്ദവും എന്നുള്ളത്. അപ്പം കർത്താവിനെ സ്തുതിക്കുക എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെ ആശ എന്ന് പറയുന്നത്. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നതും കർത്താവിന് വേണ്ടിയുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്ന, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും എന്ത് ചെയ്താലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം അറിയുന്ന, ഉള്ളം അറിയുന്ന ഒരു ദൈവമുണ്ട്.
ആ കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് ആ സമയത്ത് അമ്മയുടെ ചികിത്സകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് എന്ന് വെച്ചാൽ ഓടും, ക്ലാസ് കട്ട് ചെയ്തിട്ട് പോലും ഞാൻ ചില സമയങ്ങളിൽ കൊയറിന് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കിട്ടുന്ന ചില കുറച്ച് വരുമാനം എൻ്റെ അമ്മയുടെ മരുന്നിന് ഉപയോഗിക്കാൻ പറ്റും. ഒരു ആഴ്ച തന്നെ ഏകദേശം ഒരു 3000-4000 രൂപയുടെയൊക്കെ ആവശ്യമുണ്ട്. കാരണം ഇല്ല, നമ്മുടെ കയ്യിലില്ല, പപ്പായ്ക്ക് ആ സമയത്ത് ശുശ്രൂഷയില്ല. ആകെ കൂടി ഞാൻ പോകുന്ന ഈ കൊയറ് മാത്രമേ ഉള്ളൂ. അതായിരുന്നു എൻ്റെ ഏക ഒരു അത്താണി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്നിട്ട് പോലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, ഒരിക്കൽ പോലും നമുക്ക് കിട്ടുന്ന 10 രൂപയാണെങ്കിൽ പോലും അതിൽ 1 രൂപയെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം. നമുക്ക് 10 കിട്ടിയാൽ അതിൻ്റെ 2 മാറ്റി വെക്കണം. ഞാൻ ഇപ്പോഴും ചെയ്യുന്ന കാര്യം, എനിക്കത് നിർബന്ധമായി. ഏത് കൊയറിന് പോയാലും അത് GP ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിൻ്റെ ദശാംശം ആദ്യമേ മാറ്റി വെക്കുക എന്നുള്ളത് അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒന്നാമത്തെ കാര്യം തന്നെ. എൻ്റെ പപ്പായും മമ്മിയും പഠിപ്പിച്ച കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ പോലും, നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ പോലും ആ ദശാംശത്തെ തൊടലെന്ന് എപ്പോഴും പപ്പായും മമ്മിയും പറഞ്ഞു തരാറുണ്ട്. ഇപ്പോഴും ഞാനത് ചെയ്തു പോരുന്നു. അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ. നിങ്ങളും അത് ചെയ്യണം. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു 100 രൂപയെങ്കിൽ അതിലൊരു 10 രൂപ, 15 രൂപയും, ഞാൻ പറയുന്ന 15 രൂപയും കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം. ഉണ്ടെങ്കിൽ 15 രൂപയും മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഉറപ്പാണ്, ഒരു മാറ്റവും ഇല്ല. ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടായിരിക്കും. അത് അച്ചട്ട, ഒരു മാറ്റവും ഇല്ല. ദൈവം ഒരിക്കലും അനീതി കാണിക്കുന്ന ദൈവമല്ല. അങ്ങനെ വളർന്നു. MSc എത്തുമ്പോഴും ഈ കൊയറിനൊക്കെ ഞാൻ പോകും. അമ്മ തീരെ വയ്യാണ്ടായ സമയമായി. അപ്പം എനിക്ക് മനസ്സിലായി ഇനിയും ഒത്തിരി നാളൊന്നും അമ്മ കാണത്തില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ കല്യാണ സമയത്താണെങ്കിലും ഞാൻ ഒത്തിരി എല്ലാവരെയും പോലെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മ കൂടെയുള്ള സമയം, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവ ആ സമയത്തൊക്കെ എന്നെ നന്നായിട്ട് ബോൾഡാക്കി. ഇത്രയും എന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് വലിയ വേദനയായിട്ട് തോന്നുന്നില്ല. എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ആ സമയത്ത്. MSc പഠിച്ചു. MSc സെക്കൻഡ് സെം ആകുന്ന സമയത്താണ് അമ്മ തീരെ വയ്യാണ്ടാവുന്നത്. ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞു. എനിക്ക് 2 മാസം കൊച്ചിയിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ MSc ഫിഷറീസാണ് പഠിച്ചത്. അപ്പം ട്രെയിനിങ്ങിന് ചെന്നു. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സ്വപ്നം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ നോക്കിയപ്പം അമ്മ മരിച്ചു. അമ്മയുടെ ബോഡി ഇങ്ങനെ കിടത്തിയേക്കുവാണ് ഞങ്ങളുടെ മുറ്റത്ത്. ഞാൻ അടുക്കിയിരുന്ന് ഇരിപ്പുണ്ട്. ഞാൻ കരയുന്നില്ല, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും കരയുന്നു. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്ന അനു എന്ന് പറയുന്ന കൂട്ടുകാരി, അവൾ ഹിന്ദുവാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, അനു എൻ്റെ അമ്മ മരിച്ചു പോയി, നീ ഒന്ന് ഫോൺ വിളിക്കാവോ? അമ്മ മരിച്ചു, അത് ഉറപ്പാണ്. കാര്യം ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും അത് നടക്കാറുണ്ട്. ഏത് സ്വപ്നം കണ്ടാലും അത് നടക്കും. അപ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കര പേടി. ഉറപ്പായിട്ടും അമ്മ മരിച്ചു കാണും, നീ ഒന്ന് വിളിക്കുക. കാരണം എനിക്ക് ആ ഒരു അബോധാവസ്ഥയിലാണ്, ഞാൻ ആ സ്വപ്നം കണ്ടതിൻ്റെ അബോധാവസ്ഥയിൽ. അവൾ പറഞ്ഞു, ഇല്ലടി നിനക്ക് എന്തുവായി, ഇവിടെ നമ്മൾ ട്രെയിനിങ്ങിന് ഇരിക്കുമോ, അമ്മയ്ക്കൊരു കുഴപ്പമില്ല, നീ രാവിലെ വിളിച്ചല്ലേ, അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഈ ഒരു അല കൂടിയപ്പോഴത്തേക്ക് അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഇതുപോലെ ബ്ലെസ്സി ഭയങ്കര, പപ്പായെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ബ്ലെസ്സി ഭയങ്കര കരച്ചില്ല, ഒന്ന് സംസാരിക്കാം. മമ്മി എന്തെങ്കിലും ചോദിച്ചപ്പം പറഞ്ഞു, മമ്മി ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ എനിക്ക് അമ്മയുടെ വർത്തമാനം കേട്ടപ്പോഴേ തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അന്ന് മമ്മിയെ കിഡ്നി ഫെയിലായെന്ന് ഡോക്ടർ എഴുതി കൊടുത്ത ദിവസമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞില്ല. കാര്യം ഞാൻ ട്രെയിനിങ്ങും കളഞ്ഞിട്ട് വീട്ടിൽ വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് അമ്മയുടെ 2 കിഡ്നിയും ഫെയിലാണെന്നുള്ള കാര്യം. രണ്ടാമത്തെ കിഡ്നി 45% ഉള്ളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അമ്മ ജീവിച്ചത്. അന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോഴും എൻ്റെ ഈ സ്വപ്നം നടക്കല്ലേ, ഞാൻ പലതവണ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ ഒരു സ്വപ്നം നടക്കല്ലേ, ഞാൻ ഈ കണ്ടത് നടക്കല്ലേ കർത്താവേ, എൻ്റെ അമ്മയെ ജീവനോടെ ഇരുത്തണം ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ പുറകിൽ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കണ്ണീരൊഴുക്കിയ ഒരമ്മയായിരുന്നത്. ഏറ്റവും കൂടുതൽ വചനം വായിക്കുകയും വചനം മനഃപ്പാടമാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മ ഇങ്ങനെ മനഃപ്പാടം പഠിക്കുന്ന. ഈ ഒരു മരിക്കുന്ന സമയം വരെയും സദൃശ്യവാക്യത്തിലെ മിക്ക അധ്യായവും അമ്മയ്ക്ക് കാണാപ്പാടമായിരുന്നു. സങ്കീർത്തനങ്ങൾ പലതും കാണാപ്പാടമായിരുന്നു, ലേഖനങ്ങൾ കാണാപ്പാടമായിരുന്നു. അപ്പം അമ്മ ഇത് പഠിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുശുമ്പ് തോന്നിയിട്ടുണ്ട്, ഈ പ്രായത്തിൽ എങ്ങനെ പഠിക്കാൻ പറ്റും. അത് അമ്മയുടെ അമ്മ പ്രാർത്ഥനയും ബൈബിൾ വായനയും മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് അത് മാത്രമേ ഉള്ളായിരുന്നു അമ്മയ്ക്ക്, വേറെ ഒന്നും ഇല്ലായിരുന്നു. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ മക്കളെ രണ്ടുപേരെ അടുത്ത് വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ പോവാ, നിങ്ങളത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല, ഞാൻ എന്തായാലും ഈ ഭൂമിയിൽ കാണത്തില്ല, ഞാൻ മരിക്കാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മയ്ക്ക് എന്താ, അമ്മ ഈ പൊട്ടത്തരം എന്തിനാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പൊട്ടത്തരമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ ശരിക്കുള്ള കാര്യമാണ് പറയുന്നത്, ഞാൻ ഇനിയും കാണത്തില്ല, അടുത്ത ആഴ്ച നിങ്ങളുടെ ഒപ്പം അമ്മ എന്ന് പറയാൻ ഞാൻ നിങ്ങളുടെ ഒപ്പം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ടും അത് വിശ്വസിച്ചില്ല.
ഞാനത് വിശ്വസിക്കാതെ മിണ്ടാതെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ അമ്മയായിട്ട് ദൈവമുണ്ട്, നിങ്ങൾക്ക് ജനിപ്പിച്ചതേ ദൈവമാണ്, അപ്പം നിങ്ങളുടെ കൂടെ എന്നും അവസാനം വരെ എന്തായാലും ഉള്ളത് ദൈവമായിരിക്കും. ഇപ്പം നിങ്ങൾ പോയാലും എനിക്ക് ദൈവമുള്ളൂ, ഞാൻ പോയാലും ദൈവമേ ഉള്ളൂ, നിങ്ങൾക്ക് ദൈവമുള്ളെന്ന് പറഞ്ഞു. ഞങ്ങളോട് രണ്ടുപേരോടും കുറേ കാര്യങ്ങൾ പറഞ്ഞു, മരിക്കും എന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അത് വിശ്വസിച്ചില്ല. കാരണം ഞങ്ങളത് ചുമ്മാതെ തള്ളിവിട്ടു, വലിയ കാര്യമൊന്നും ആക്കിയില്ല. എന്നാൽ വ്യാഴാഴ്ച ഞാനിപ്പോഴും ഓർക്കുന്നു, അമ്മ വയ്യാതെ കിടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത്. പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് കോളേജ് ചെന്നപ്പോഴത്തേക്ക് വിളിച്ചു പറഞ്ഞു. അമ്മയെ ചെന്ന് ഞാൻ കണ്ടു. പിറ്റേ ദിവസം ഞാൻ അമ്മയ്ക്കുള്ള തുണിയുമൊക്കെ ആയിട്ട് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് കൊണ്ടുവന്ന നൈറ്റി, ഒരു പുതിയ നൈറ്റി, അതെടുത്തുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഒരു വിചാരം അമ്മ ഇപ്പോഴും തളർന്നൊരവസ്ഥയിൽ തന്നെ ഇരിക്കുമായിരിക്കും, വയ്യ, അമ്മയ്ക്ക് കട്ടിലൊന്നും എണ്ണിക്കാനൊന്നും വയ്യ എന്നൊക്കെ ഒരു ചിന്തയല്ല ഞാൻ ചെന്ന്. പക്ഷെ ഞാൻ ചെന്ന് കാണുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കാലയിലെ നീരൊക്കെ പറ്റി അമ്മ നല്ല മിടുക്കിയായിട്ട് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു, കഴിക്കുന്നു. അമ്മ എഴുന്നേറ്റ് തന്നെ ബാത്റൂമിൽ പോകുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം, ഈ തളർന്ന് കിടന്ന അമ്മ ഇത്ര പെട്ടെന്ന് സൗഖ്യമായത് എന്തുവാ ഇതിനകത്തെ മിറക്കിളെന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ അത് പോകാനുള്ളൊരു ഒരുക്കമായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. ഞാൻ ആ നൈറ്റി അമ്മയെ ഇടിപ്പിച്ചു. ഞാൻ അമ്മയുടെ അടുക്കൽ കുറേ നേരം ഇരുന്നു. അമ്മ വയ്യാതാവുന്ന എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഒത്തിരി നേരം ഞാനിരുന്നു. കോളേജിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ ഇറങ്ങിയ ഉടനെ ഗ്രേസേ എനിക്കൊരു ഉമ്മ തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എപ്പോഴും അമ്മയ്ക്ക് കോളേജിൽ പോകാനാണ്, സ്കൂളിൽ പോകുന്ന സമയത്താണ് ഞാൻ ഉമ്മ കൊടുക്കും. തിരിച്ചു വരുമ്പോൾ ഞാൻ അതുപോലെ ഞാൻ അലച്ച് വിളിച്ചുകൊണ്ടാണ് വരുന്നത് അമ്മയുടെ അടുക്കലോട്ട്. അമ്മയെന്ന് വിളിച്ച് അമ്മയ്ക്കൊരു 5-6 ഉമ്മയൊക്കെ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പം ഞാൻ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തു. അമ്മ അപ്പം ഞാൻ ഒന്നുകൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, ഒന്നുകൂടെ തരാമോ, ഒരു ഉമ്മയും കൂടെ താ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടെ കൊടുത്തു. പിന്നെ ഞാൻ ഇറങ്ങി അടുത്തപ്പോഴഞ്ഞു ഒന്നുകൂടെ വന്നു, എനിക്ക് ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഉമ്മയും കൂടെ കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ അമ്മയ്ക്ക് എന്തോ പറ്റി? അപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണ് രണ്ടും നിറഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ. കാരണം അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ആ ദിവസം പോവാണ്, അമ്മ വൈകിട്ടും കൊണ്ട് പോകും എന്നുള്ളത് അമ്മയ്ക്ക് തീർച്ചയായിരുന്നു, എനിക്ക് ഉറപ്പാണ്. അമ്മയുടെ ഒഴുകുന്ന കണ്ണുനീരായിട്ട് സത്യം പറഞ്ഞു എനിക്ക് കോളേജിൽ പോകാൻ തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ നിൽക്കട്ടെ. പറഞ്ഞു, ഇല്ല പൊക്കോ, നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി, ഞാൻ കോളേജിൽ ചെന്നു, വൈകിട്ട് വന്നു. അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും അമ്മയെ പോയി കാണാമല്ലോ, ഡ്രസ്സുകളെല്ലാം എടുത്തു വെച്ചു. അമ്മയെ പോയി കാണാനുള്ള സന്തോഷത്തിലാണ് ഞാൻ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. എല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ എന്നും പഠിക്കാനിരിക്കുന്ന പോലെ ഞാൻ പഠിച്ചിട്ട് എൻ്റെ തലവണ എടുക്കൽ ഞാനൊരു ബൈബിള് വെക്കും. എനിക്കിതുപോലെ തലയിൽ തുണിയിടാൻ, ഞാൻ രാത്രി കിടക്കുമ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഷോളോ അല്ലെങ്കിൽ തോർത്തോ എന്തെങ്കിലും അടുക്കലുണ്ടെങ്കിൽ അത് തലയിലിട്ടുകൊണ്ട് ഇപ്പോൾ ഉറങ്ങുന്നിടം വരെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. പഠിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ കിടന്നു. എൻ്റെ കണ്ണൊന്ന് മയങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അലയാണ് ഞാൻ കേൾക്കുന്നത്. അലയെന്ന് വെച്ചാൽ ബ്ലസ്സൻ്റെ എൻ്റെ ആങ്ങളയുടെ അലയാണ്. അപ്പോൾ ഞാനോർത്ത് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ എഴുന്നേറ്റിരുന്നു, എല്ലായിടും നോക്കി, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ പറ്റി ബ്ലസ്സാ, എന്തുവാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഗേസിച്ചി അമ്മയില്ല കേട്ടോ, അമ്മയില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ആ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ വേറൊരു അവസ്ഥയിലായിപ്പോയി. അവൻ്റെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. രണ്ടാമതും പപ്പ വിളിച്ചപ്പം പറഞ്ഞു, ഇല്ല അമ്മ തീർന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മരിച്ചു എന്നുള്ളത്. ഞാൻ കരഞ്ഞില്ല, അവൻ അലമുറയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു 10 മിനിറ്റത്തേക്ക് ഒരു ഷോക്കായൊരവസ്ഥ. എനിക്കൊന്നും അറിയത്തില്ല, മരിച്ചെന്നോ ഞാനൊന്നും, വേറെ ഏതോ ഒരു ലോകത്തായിപ്പോയി. എനിക്കന്നേരം മനസ്സിലായി എൻ്റെ ഒരു സമനില തെറ്റി ആ സമയത്തെ മൊത്തത്തിലെ കാര്യം. എന്നോട് അത്രയും അടുത്തിരുന്ന ആൾ പെട്ടെന്നൊരു നിമിഷം ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഒട്ടും. എനിക്ക് അത്രയും പ്രായം ഉണ്ടായിട്ടും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, കുഞ്ഞുനാളിൽ അമ്മയും അപ്പനും ഒക്കെ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞാൻ എപ്പോഴും ഓർക്കും. എന്ത് വേദനാജനകം അവരുടെ അവസ്ഥയെന്നുള്ളത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുടെ അവസ്ഥ. എന്നാലും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുള്ളൂ, കർത്താവുണ്ട് നമ്മളെ നോക്കാൻ. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും കർത്താവ് നമ്മളെ നോക്കിയിരിക്കും. കർത്താവ് നമ്മളെ പൊന്നുപോലെ ഈ ലോകത്ത് നടത്തിയിരിക്കും. നമ്മൾ മരിക്കുന്നിടം വരെ, അങ്ങ് എത്തുന്നിടം വരെ കർത്താവ് നമ്മളെ വഴി നടത്തുകയുള്ളൂ എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഹോസ്പിറ്റലിൽ പോയി കണ്ടു, അടക്കമൊക്കെ കഴിഞ്ഞു. ഞാൻ മൊത്തത്തിൽ ഡൗണായി, ഞാൻ വേറൊരു രീതിയായിപ്പോയി. കാര്യം എനിക്ക് ദേഷ്യവും സങ്കടവും, നിങ്ങളെല്ലാവരും എൻ്റെ ടെസ്റ്റ് മണി കേട്ട് കാണും, ഭയങ്കര വിഷമവും ഒക്കെ. ഒരു 3 മാസം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് കോളേജിൽ പോയാൽ പഠിക്കാൻ പറ്റത്തില്ല, ഞാൻ പഠിക്കത്തില്ല, ഞാൻ ശ്രദ്ധിക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാറുമാരൊന്നും പറയത്തുമില്ല എന്നോട്. കാര്യം ഞാനെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇതുപോലെ തല തുണിയിട്ടിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, തേമ എന്നെ ഒരു തവണയെങ്കിലും എന്നെ അമ്മയൊന്ന് കാണിച്ചാൽ മാത്രം മതി, എനിക്കത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണിക്കാമോ എവിടാന്നുള്ളത്, എനിക്കതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കരഞ്ഞ്
ഞാൻ മയങ്ങിപ്പോയി. ഞാൻ മയങ്ങി, എന്തായാലും മയങ്ങി, കരയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏങ്ങലടിച്ച് ഞാൻ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പം മയങ്ങിയ ഒരു സമയത്താണ് എന്നെ ഗ്രേസ് എന്ന് ചെറുതായിട്ട് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. വീണ്ടും എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കണ്ണു തുറന്നു. മൂന്നാമതും എൻ്റെ അടുക്ക പെതുക്കെ വന്ന് വിളിച്ചിട്ട് അടുക്കിയിരിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ തോന്നി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ ഒക്കെ കുളിരും അത് പറയുമ്പോൾ. കാര്യം കർത്താവിൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും, എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത്രമാത്രം ഡൗൺ ആയിരുന്ന ആൾ, അത്രമാത്രം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാനസിക നില തെറ്റി. ഞാൻ വല്ല പ്രാന്ത ആശുപത്രിയിലോ അല്ലെങ്കിൽ ഈ ലോകത്ത് ഞാനൊന്നൊരു വ്യക്തി ചിലപ്പം കാണത്തില്ലായിരുന്നായിരിക്കാം. സത്യമായിട്ടുള്ള കാര്യം, ഞാൻ ഗുളികരിച്ച് മരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. എനിക്ക് മരിക്കണം, കാര്യം എനിക്ക് അമ്മയില്ലാതെ പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ അമ്മ പോയി എന്നുള്ളത്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞാനത് ഉൾക്കൊണ്ടാലേ മതിയാവുള്ളല്ലോ. കർത്താവ് അതിനു വേണ്ടി തന്നെ എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവം എന്നെ വെറുതെ കളഞ്ഞില്ല, എന്നെ തള്ളിക്കളയും കർത്താവിന് ഇഷ്ടമില്ലായിരുന്നു. ഈ ഒരു ബ്ലെസ്സിങ് ഇങ്ങനെ ഒരാക്കണമെങ്കിൽ ആ സമയത്ത് കർത്താവിന് ഇറങ്ങി വരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇറങ്ങി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിച്ച പല കാര്യങ്ങളും, പല പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് ജീവിതത്തിൽ നടത്തി തന്നു. അതൊക്കെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ കർത്താവിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല തൻ്റെ മക്കളെ. എൻ്റെ അടുക്ക വന്നിരുന്ന് ഞാനിപ്പോഴും എനിക്കത് പറയാൻ പറ്റത്തില്ല. ഒരു പാട്ട് രൂപത്തിലാണ് ഞാൻ ഈ മൊത്തം കേൾക്കുന്നത്. എൻ്റെ അടുക്ക വന്നിരുന്ന ഒരു പാട്ട് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. ഈ ലോകെ എല്ലാം നഷ്ടമാകിലും എൻ കൂടെ എന്നും അമ്മയായ യേശു നിന്നെ താലോലിക്കും, നിന്നെ മാറോടടയ്ക്കും എന്നുള്ള ആ പാട്ട് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെ ആ പാട്ട് ഇറക്കിയിട്ടില്ല, ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് പാടി തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതുകയോ ട്യൂൺ ചെയ്തോ അല്ല, കേട്ടത് ഞാൻ പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് ആ വരികൾ, കാര്യം അത്രയ്ക്ക് വേദനയുള്ള വ്യക്തിയായിരുന്നുകൊണ്ട് ഞാൻ ആ വരി പോലും മറന്നുപോയില്ല. കാര്യം അത്രയ്ക്ക് ഹൃദയത്തിൽ അത്രയും നേരം കണ്ടിന്യൂസ് വെളുപ്പിനെ വരെ ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഞാൻ ഉറങ്ങി, പിറ്റേ ദിവസം എൻ്റെ വേദന പോയി, എൻ്റെ ആ സങ്കടങ്ങളൊക്കെ മാറി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി കോളേജിലും പോയി. എന്നും എണ്ണിക്കുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, പെട്ടെന്ന് എൻ്റെ ബുക്സൊക്കെ വെച്ചു, ഞാൻ കഴിച്ചു. ഞാൻ ഭയങ്കര മെഡിക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പപ്പായ്ക്കും പ്ലസിനും ഭയങ്കര അത്ഭുതം, എന്തോ പറ്റി, ഇനി മാനസിക നില തെറ്റി വേറെ വല്ലോ ആയിപ്പോയതാണോ, വേറെ എന്തെങ്കിലും ലെവലിൽ ഞാൻ എത്തിയോ, വട്ടുപോലെ വല്ലതും ആയിപ്പോയതാണോ. കാരണം പെട്ടെന്ന് മിണ്ടാതിരുന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ അവരങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ഒന്നുമല്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ മൊത്തം ഞാൻ അവരോട് ഷെയർ ചെയ്തു. പിന്നീടുള്ള എൻ്റെ ഈ സമയം വരെ ഞാൻ ആ പഴയ ദുഃഖം ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് അമ്മയില്ലെന്നുള്ളത് എനിക്കറിയാം, അതെനിക്കൊരു സങ്കടം തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതൽ ഞാനിപ്പം സ്നേഹിക്കുന്നത് എൻ്റെ ദൈവത്തെ മാത്രമാണ്. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, എൻ്റെ ദൈവം മാത്രം. ഞാനിതിപ്പോഴും വിശ്വസിക്കുന്നു. ഈ ലോകത്ത് മക്കളുണ്ടെങ്കിലും ഭർത്താവുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും അപ്പനുണ്ടെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിലും എല്ലാവരും നമ്മളെ ഒരു നിമിഷം കൈവിടും. എന്തെങ്കിലും ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും മറക്കും, എല്ലാവരും തള്ളിക്കളയും. കൂടപ്പുറപ്പുകൾ ആരായാലും നമ്മളെ മറന്നു കളയും. പക്ഷേ മറക്കാത്തൊരൊറ്റ ഒരാളെ ഉള്ളൂ, ദൈവം മാത്രം. ഏത് സമയത്തും വിളിച്ചാൽ ഇറങ്ങി വരുന്നതും ദൈവം മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം വഴി നടത്തിയത് ദൈവമാണ്. ഒരു സ്റ്റേജിൽ ഒരു മൈക്ക് പിടിച്ചുകൊണ്ട് ഒരു തവണ മാത്രം പാടാൻ ആഗ്രഹിച്ച് ഞാനിപ്പോഴും ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ഒരു തവണ പാട്ട് പാടണം എന്ന് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് പല സ്റ്റേജിലാക്കി ദൈവം എന്നെ മാനിച്ചു. ഒത്തിരി തവണ ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. ആൽബങ്ങൾ, CD പാടണമെന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ച് കൈ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വർഷമെടുത്ത് അതൊക്കെ നടക്കാൻ. കുഞ്ഞിലേ ഞാൻ എഴുതി വെച്ചതാണ്. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും എഴുതി വെച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഒരു 23ാമത്തെ വയസ്സിലും 25, 26ാമത്തെ വയസ്സിലൊക്കെയാണ് നടക്കുന്നത്. അത്രത്തോളം നീട്ടമുണ്ടായി. ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി സമയമെടുത്തു മറുപടി കിട്ടാൻ. പക്ഷേ ഞാൻ കാത്തിരുന്നു. എൻ്റെ ദൈവം എന്തായാലും എനിക്ക് നടത്തിത്തരും. എൻ്റെ ആഗ്രഹം, നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ദൈവം നടത്തിത്തരും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും കർത്താവ് അത് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ സാധിപ്പിച്ചു തരും. അത് നിശ്ചയമായ കാര്യമാണ്. മത്തായി സുവിശേഷം 21:22 നമ്മൾ വായിച്ചത് തന്നെയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് സ്ട്രഗിൾസിലായിക്കൊള്ളട്ടെ, എന്ത് പ്രതിസന്ധിയിലായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഏത് പ്രശ്നങ്ങളോ പ്രതികൂലമോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളൊരു സമയം നിങ്ങൾ ആ വാക്യത്തെ കൈതൊട്ടൊന്ന് പ്രാർത്ഥിച്ചേ, ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ നിങ്ങളെത്തും. അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രത്തോളം എന്നെ മാനിച്ചെങ്കിൽ, എനിക്ക് ലോകപരമായി ഒരുപാട് നന്മകളോ അനുഗ്രഹങ്ങളോ ഒന്നും എനിക്കില്ലെങ്കിലും
എനിക്ക് അതിനേക്കാൾ ഉപരിയായി കർത്താവ് തന്ന ആത്മീയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എനിക്കത് മാത്രം മതി ഈ ഭൂമിയിൽ ജീവിക്കാൻ. വേറൊന്നും കണ്ട് വിഷമിക്കുവാനോ സങ്കടപ്പെടുവാനോ ഉള്ള നേരം ഒന്നുമല്ല നമുക്കിത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്നെപ്പോലെ തന്നെ ഡിപ്രഷനുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഒത്തിരി മാനസിക നില ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ഈ വെളിയിൽ ചിരിക്കുന്ന ആരുമല്ല നമ്മളകത്ത്. അറിയോ, ഞാൻ നിങ്ങളെപ്പോലെ എല്ലാവരെ പോലും വെളിയിൽ ഒത്തിരി ചിരിച്ച് കാണിച്ചു, പക്ഷേ എൻ്റെ അകത്ത് ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു. അത് കാണുവാൻ ഈ ലോകത്തിലെ ആർക്കും കഴിഞ്ഞില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരത്തെ ഇറക്കി വെച്ച് കൊടുക്കുക. ദൈവം അത് വഹിച്ചുകൊള്ളും, നിങ്ങളെ പോറ്റി പുലർത്തും. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ എന്താഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു പാട്ട് പാടണോ, നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും നിലയിലെത്തണോ, നിങ്ങൾ താണ നിലയിലാണോ ഇപ്പോൾ ആയിരിക്കുന്നത്, ഒന്നിനെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തരായി നിന്നാൽ ദൈവം ഒരു ദിവസം നിങ്ങളെ മാനിക്കും. എൻ്റെ ലൈഫിൽ ദൈവം ഇത്രത്തോളം നടത്തിയത് അങ്ങനെ തന്നെയാണ്. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വേറെ തിന്മകളോ ഒന്നും ചെയ്തല്ല, അന്യായമായ ഒരു പ്രവൃത്തികളും ചെയ്താൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കുറേ മോടി പിടിപ്പിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഉള്ളിൽ മനസ്സാൽ നന്മ ചെയ്ത് നല്ല പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു ജീവിതം നയിക്കുമെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളെ ഉയർത്തും, മാനിക്കും. ഇത്രത്തോളം സമയം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. നിങ്ങൾക്കും ഇതിനേക്കാളൊക്കെ അനുഭവങ്ങളുണ്ടെന്നറിയാം. ദൈവം നിങ്ങളെ ഒരുപാട് മാനിക്കട്ടെ, ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ, ഒത്തിരി നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും നടീനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു.